എന്തിനാണ് എത്ര നേരം കാത്തിരുന്നത്? അനക്ക് ചോറും ഞാറുന്നില്ലേ? ബാപ്പ ഒട്ടേന്ന് വിചാരിച്ചു. ഓനിട്ട് കൊടുക്ക്. എന്താണ് നിങ്ങൾ അറിഞ്ഞ എന്താണ് ആ സുറത്താന്റെ വീട്ടിലെ കാര്യം അറിഞ്ഞില്ല? എന്താ കാര്യം? എന്താണ്? എന്റെ നോക്ക്, ചോറ് വെക്കുമ്പോ അതില് കല്ല് കല്ല് തന്നെ വരാണ്. കറി വെച്ച അതില് കല്ല് തന്നെ വരുന്നത്. പിന്നെ ഉമ്മർത്തൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ ആരോ മണ്ണ് വാരിയിടുന്നു. ആ അങ്ങനെ ശരിക്കോ? എന്നിട്ട് അവിടെ ചാനലുകാരൊക്കെ ബഹളാണ്. ആ നമുക്കൊന്ന് പോയി നോക്കിയാലാ? അങ്ങോട്ട് കൊണ്ടുവരാനാ? അല്ല അങ്ങനെയൊക്കെ ഉണ്ടാവോ? സത്യാണോന്ന് അറിയണ്ടേ? ഒന്നും പറയാൻ പറ്റില്ല. അത് ആദ്യ കാലാണ്, പലതും ഉണ്ടാവും. ആ അജ് വേറൊന്നും അറിഞ്ഞോ? എന്റെ ഒരാളാപ്പല്ലേ നാട് വിട്ടുപോയ പണ്ട് മറ്റേ അജ്മീറിലും അവിടെ ഇവിടെ ഒക്കെ ഇപ്പൊ വന്നിട്ട് ഇപ്പൊ നാട്ടിലുണ്ട്. പഴയ സെറ്റപ്പ് ഒന്നല്ല കേട്ടാ, ഗംഭീര സെറ്റപ്പിലാ വന്നേക്കണത്. ആദ്യത്തെ മാതിരി ചെറിയ രീതിയൊന്നും അല്ല. എവിടുന്നൊക്കെ കാറിലെ ആൾക്കാർ വരുന്നത് കാണാന്. പല സ്ഥലത്തുനിന്ന് ആൾക്കാര്. ശരിക്കും പറഞ്ഞാ മൂപ്പരൊരു ചരടൊന്ന് മന്ത്രിച്ചു ഒരു കെട്ട കെട്ടി അവിടെ നിക്കുന്ന പറയണ. പിന്നെ എന്താണ് വലിയ കുട്ടിയുടെ ഹാല്? മൂപ്പര് കുഴപ്പമൊന്നുമില്ല, കടക്കൊക്കെ പോണ്ട്. കച്ചവടമൊക്കെ നല്ല രീതിയിൽ നടക്കണ്ടോ? ആ തുന്നലടക്കും തലക്കൊക്കെ ഉള്ളു, എന്നാലും കുഴപ്പമില്ല, അവിടെ പോക്കോളൂലോ. ചെറിയ പൈസ ഒക്കെ കിട്ടൂ. ശരി. മക്കള്? മോന് സ്കൂളിൽ പോയി. ഇവിടെ എപ്പോഴും പറയൂ എളപ്പാന്റെ കാര്യോ. ഒന്ന് അങ്ങോട്ട് വന്ന് കാണുന്നുണ്ടായിരുന്നു. ഇന്നലെ കൂടി ഒക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ. അവിടെ ഒക്കെ ഭയങ്കര തിരക്കായിരിക്കും എളാപ്പാനെ കാണാൻ. നമ്മള് പോണെങ്കിൽ നേരത്തെ പോണെന്നൊക്കെ ഇന്നലെ കൂടി പറഞ്ഞേ. ഞാൻ ഇങ്ങനെ ഈ നാട്ടില് നാനാ ഭാഗത്തുനിന്നും കുറെ ആൾക്കാരെ കയ്യിനും കാലിനും ഒക്കെ സുഖമില്ലാതൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പൊ ഞാൻ ഏർമാടിയിലേക്കൊക്കെ പോകുമ്പോ വല്ലിക്കായൊക്കെ ഒഴിഞ്ഞു വെച്ച് കൊണ്ടുപോയി കൊടുക്കലുണ്ടല്ലോ. അപ്പൊ അതിന് ആൾക്കാർ സുഖമില്ലാത്തവര് വരുമ്പോ എങ്ങനെ ആട്ടി പറഞ്ഞയക്കാം? അതിനായിട്ട് അങ്ങനെ കുറെ നേരം ഇരിക്കും. പിന്നെ സമയം കിട്ടലില്ല മാളെ, അതാണ്. ഇന്നലെ ഇങ്ങനെ കുറച്ചു നേരം കിട്ടിയപ്പോ ഞാൻ അങ്ങനെ ആലോചിച്ച് അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോ എന്റെ മനസ്സിൽ വല്ലാത്തൊരു എടങ്ങറ്, എന്തോ പരീക്കുട്ടിയുടെ കുടുംബത്തൊരു എടങ്ങറ് കിടന്ന് ഇങ്ങനെ കെട്ടിത്തിരിയണ്ടല്ലോ. അപ്പൊ ഞാനേ എന്താണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയപ്പോ ഓന്റെ കൂട്ടുകെട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു സാമ്പത്തിക ഇടപാടിൽ കിടന്ന് കെട്ടിത്തിരിയാണോ അല്ലേ? എന്തോ കൂട്ടുകാരോ സാമ്പത്തിക പ്രശ്നമൊക്കെ ആയിട്ട് ഓരോ വീടൊക്കെ പോയി, എന്നിട്ട് ഓരോ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചേക്കാണല്ലേ. അതിനുള്ള സൗകര്യമൊക്കെ മൂപ്പര് ഇവിടെ ചെയ്തു കൊടുത്ത്. നമ്മുടെ കൂട്ടക്കാരല്ല അല്ലേ? അല്ല, അതൊക്കെ പിന്നെ പോട്ടെ. നമ്മുടെ കുടുംബത്ത് വേറെ ആരെങ്കിലും വന്ന് താമസിക്കാന്ന് പറഞ്ഞാ അത് ശരിയാണ് എളേപ്പാ. പിന്നെ അത് മാത്രല്ല, നമുക്ക് ഹറാമല്ലേ ഈ മദ്യൊക്കെ. മൂപ്പര് കുടിക്കൊക്കെ ചെയ്യൂ. കുട്ടിയോ? അല്ല,
മൂപ്പരെ കൂട്ടുകാരൻ കുടിച്ച് ഇവിടെ വന്നിട്ട് പാട്ടും കൂത്തും അടി ഇടി കുത്ത് ബഹളം. ഞാൻ സത്യം പറഞ്ഞ ഉറങ്ങിയിട്ടില്ല. അതിന് ശേഷം ഒക്കെ ഒരു സൗകര്യമില്ല ഇവിടെ. മേടിക്കണ്ട, അതിനുള്ളൊരു വഴി ഞാൻ കണ്ടാ പോലെ മതി. ഈ ഒരു കാര്യം ചെയ്യ്, ഒരു ചരടും കടെടുക്ക്. ചരടിപ്പോ ഞാൻ കടക്ക് പോയി മേടിച്ചു വരാം. അതെ, ഇനി വേണ്ടി കടയിലേക്കൊന്നും പോകണ്ട, ചരടില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. أعوذ بالله من الله أعوذ بالله أعوذ برب الفلق من شر ഇത് അന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഇജ്ജ് കെട്ടണം, കജ്ജിലോ കാലിലോ. കേട്ടോ, അത് പിടിച്ചാണി ഒന്നെടുത്തിട്ട് വേണത് കെട്ടാനേ. എന്നാ കയ്യാണിക്ക്. ബിസ്മില്ലാഹി തവക്കലതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. தண்ணி போட்டு சினிமா பார்த்து பாட்டு பாடி அப்புறம் ലോട്ടറി സീറ്റ് എടുത്ത്. ലോട്ടറിയുടെ കാര്യം നീ പറയരുത്. ഞാൻ വെറുതെ ലോട്ടറി എടുത്തുള്ള പൈസ മുഴുവൻ കളയും. എന്ത് കാര്യത്തിൽ അളിയാ? அழியன் என்கிட்ட சொல்றது இல்லையா, கட்டின காசுன பூரா அழியன் ലോട്ടറി எடுக்கிறேன்னு. அதுல என்ன தப்பு? എന്താ തപ്പ്? நேத்து ഏപ്പാ 2000 ரூபாய் அடிச்சாச்சு. തപ്പ് 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 இல்ல நிஜம், ഇത് നിജം. சத்தியம். 2000 ரூபாய் நேத்து அடிச்ச டிக்கெட்ல 9364 டிக்கெட்டுக்கு 2000 ரூபாய். അങ്ങനെയാണെങ്കിൽ നീ എന്റെ അടുത്ത് ആദ്യം പറയാത്തത് சர்ப்ரைஸ். அதுதான் இன்னும் பாரு. அல்லாண்ட என்கிட்ட எங்க காசு 2000 ரூபாயில சரக்கு வாங்கியாச்சு, கச்சப்பு வாங்கியாச்சு, ஊறுகாய் வாங்கியாச்சு. அப்புறம் நம்ம என்ன பண்ற, நம்ம வேலைக்கு போறோம்னு பிறந்த வீட்டுல சசி வருது. அவன் வந்தா எடா கூட ஏதோ பேசுவான், நான் திருப்பி பேசுவேன், அது பிரச்சனை ஆயிடும். நான் போறேன். വാസു, അവൻ ശരിയില്ല. വാസുവേ, എന്താണ് നീ ഇന്ന് പണിക്കരാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വെള്ളം അടിക്കാനാടാ? അമ്മ വെള്ളം അടിച്ച അവനക്ക് തന്നെ. നിന്റെ വീട്ടിൽ പണിക്ക് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നീയല്ലേ ഇന്നലെ പറഞ്ഞത് എന്നോട്? ഞാൻ നിന്നോട് ഇന്നലെ എന്താ പറഞ്ഞത്? നീ ആദ്യം നീ പണി എഴുതാൻ എന്റെ പൈസ വയ്ക്കുക. ഒരു കാര്യം മനസ്സിലാക്കണം, 2000 രൂപ തരാനുള്ള പൈസ തന്നാൽ നീ പണിക്ക് വരാൻ നീ അല്ലേ എന്നോട് പറഞ്ഞത്? 2000 വെക്ക്. ആദ്യം 2000 ഉറുപ്പ്യ നീ എന്റെ കയ്യിൽ താ. ഞാനൊക്കെ പണിക്ക് വരുന്ന എന്തിനാണ്? കൂലിക്ക് വേണ്ടിയിട്ടാണ്, അല്ലേ? ഈ കൂലി കൊണ്ടുപോയിട്ട് വേണം എന്റെ കുടുംബം കഴിയണമെങ്കിൽ. അത് മനസ്സിലാക്കണ്ടേ? ആദ്യം നീ പൈസ താടാ, എന്നിട്ട് പണിയാം. അല്ല, നിന്റെ ആ തരികട പരിപാടി ഉണ്ടല്ലോ, അത് എന്റെ അടുത്ത് നടക്കില്ല. ആദ്യം പൈസ വയ്ക്കി. വാസു, നിന്റെ അളിയനോട് എന്താ അളിയാ? ഞാൻ ആദ്യം പൈസ 2000 ഉറുപ്പ്യ. നിന്റെ കൂലി എന്നെ അവൻ വാങ്ങിച്ചോണ്ട് പോയത്. നീ പറഞ്ഞിട്ടെന്ന് പറഞ്ഞു അവനാ വാങ്ങിച്ചോണ്ടോ? നിന്റെ അണ്ണാച്ചി അളിയെ. എന്റെ അളിയനാ? പൈസ കൊടുത്താൽ അളിയ എനിക്ക് പൈസ തരും. അതങ്ങനെ തരാം. ഇന്നലെ അമ്പലത്തിന്റെ നടയിൽ വെച്ച് അവനാണ് എന്റെ വാങ്ങിച്ചത്. വൈകുന്നേരം 5:30 മണിക്ക് ചോദിച്ചു നോക്കാം അവനോട്. അളിയാ എന്നളിയാ ഇവ നിന്റെ പൈസ തന്നോ? ഇവ നിന്റെ കയ്യിൽ പൈസ നമ്മുടെ പൈസ തന്നോ? എപ്പോ തന്നാ? ഇല്ലേ. പക്ഷേ വേഷം കെട്ട് വേണ്ട കേട്ടാ. വേഷം കെട്ട് വേണ്ട. നിനക്ക് എന്റെ സ്വഭാവം അറിയാനാണ്. വേഷം കെട്ട് എന്റെ അടുത്ത് നിന്നെ ഞാൻ ഇന്നും ഇന്നലെ കാണാനല്ല, നമ്മൾ എത്ര വർഷമായിട്ട് കാണണം. നീ അതോ ഓർത്തോ? നിന്റെ ഒരു പൈസ വെക്കേണ്ട കാര്യമുണ്ടോ? ഞാനിവിടെ ആദ്യമായിട്ട് പണിയണമെന്നില്ലല്ലോ ഈ നാട്ടില്, ആണോ? 2000 രൂപയ്ക്ക് ഞാൻ നിന്നെ പറ്റിച്ചിട്ട് എന്തെങ്കിലും നേടാനുണ്ടാ? അന്ന് തന്നെ നിനക്ക് ഞാൻ സ്ഥലത്തില്ലാഞ്ഞിട്ടുള്ള നിനക്ക് ആ പൈസ തരാത്തത്. അതുകൊണ്ട് നിന്റെ അളിയൻ വന്ന് ചോദിച്ചു ഉടനെ ഞാൻ എടുത്ത് കൊടുത്തിട്ട് നിന്റെ ഞാൻ പൈസ കൂടാது. എങ്കിട്ട് എപ്പ തന്നെ 2000 രൂപ சொல்லு. ഇന്നലെയല്ല ഞാൻ നിന്റെ തന്നത്. വൈകുന്നേരം 5:30 മണിക്ക് നീ എന്നെ അമ്പലത്തിന് നടയിൽ വെച്ച് കണ്ട. 5:30 മണിക്ക് ഞാൻ റോഡിലെ ഇറങ്ങി പോയി പേசுறிയ നീ.
നിന്റെ വീട്ടിലെ പണി പകുതി പണിയും തീർന്നിട്ട് എനിക്ക് വേറെ തന്നെ വിളിക്കാനും വയ്യ ഒരുമാതിരി വർത്താനം വിളിക്കാൻ വയ്യ എങ്ങനെ കൂലി തരണം എന്ന് പറയും കൂലിയാ 30 ലക്ഷം രൂപ വെച്ച് വീട് വെക്കാന്നുണ്ടെങ്കിൽ നിന്റെ 2000 രൂപ ഞാൻ പറ്റിച്ചിട്ട് എനിക്ക് പറ്റിക്കും இந்த மாதிரி ஏழைங்களை 2000 വെച്ച് പറ്റിച്ച് தான் നീ 30 ലക്ഷം രൂപയുടെ വീട് വെച്ച അത് பண்ணுவேன் அதுக்கு அப்புறம் பண்ணுவேன் ഒരുമാതിരി വർത്താനം நீ கோயம்புத்தூருக்கு விடு நீ ஒண்ணு பண்ணு நீ முதல்ல எங்கேயாவது ஓடிப்போ எங்க வேணாலும் ஓடிப்போ பாரு மாமியாவும் பஞ்சாதி குட்டி எல்லாம் நான் கூட்டி கோயம்புத்தூருக்கு போயிடுறேன் எல்லாம் முடிஞ்சதுக்கு அப்புறம் வந்துடலாம் நீ எங்கேயாவது ஓடிப்போ போ அங்கெல்லாம் போடாத தொண்டி போலீஸ் மனத்து வந்து உன்னை பிடிச்சிடும் இது அந்த குண்டெல்லாம் எடுத்துட்டு எங்கேயாவது போ போலியா போ ஆறு பார்க்கல போ ചിരിയുടെ തരികിട മേളം പൂരം കുട്ടീസ് 3 കുട്ടീസ്